കടിച്ച തെരുവുപട്ടിയെ ധൈര്യത്തോടെ കീഴ്പ്പെടുത്തിയ ടിറ്റോ ജോസഫാണ് എന്നോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് ആരോഗ്യം? ആരോഗ്യം ഓക്കെയാണ്. നമ്മൾ ആ ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്, ശാരീരികമായിട്ടുള്ള വേദന, നല്ല വേദന. ഇഞ്ചക്ഷൻ കാലിനായിരുന്നു കടി കിട്ടിയത്. കാലിന് കടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പിടിച്ചു. പെട്ടെന്ന് തന്നെ അതിനെ പിടിക്കാൻ സാധിച്ചതാണ് വലിയതായ കാരണം. വെച്ചാൽ എൻ്റെ കൂടെ നിന്ന് എൻ്റെ സഹപ്രവർത്തകനെ, എൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കടിക്കാൻ പോയായിരുന്നു. ഈ പട്ടി എന്താ പിന്നെ ചെയ്തത്? ഇതിനെ പിടിച്ചപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ പെടലേക്ക് പിടിച്ച് മാറ്റി പുറകിൽ നിന്നും കൂടെ കൊളുത്തി ചാക്കിനകത്തോട്ട് ഇതിനെ കയറ്റി ഒരു ചെറിയ ചാക്കിന് ചെറിയ ഹോളൊക്കെ ഇട്ട് ചത്തുപോകരുതില്ല. ചത്തുപോയാലും പിന്നെ നമ്മളിതിൻ്റെ പുറകെ ഓടണ്ടേ. സാധാരണ പട്ടികേട് കാണുന്ന ഒരു കണ്ട് കടി കൊള്ളുക പോവുക, പിന്നെ അതിൻ്റെ പുറകെ ആരും പോകുന്നില്ല. ഇപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ 35 പേര് ഇഞ്ചക്ഷൻ ചെയ്യാൻ നിൽപ്പുണ്ട്. അതേപോലെ പട്ടി കടിച്ച് കുഞ്ഞുങ്ങളും അമ്മമാരും പ്രായമുള്ളവരൊക്കെ അവിടെ നിന്ന് വലയുക. 4 മണി ടൈമിൽ നമ്മുടെ സ്കൂൾ വിടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ രക്ഷുള്ള സമയമാണ് ചമ്പക്കുളത്ത് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. എല്ലാവരും അവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ആൾക്കാർ തിങ്ങി നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഈ തെരുവുനായുടെ ശല്യം ഭയങ്കരമാണ്. ആലപ്പുഴ ജില്ലയിലാണ് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ഒരു വയോധികയെ തെരുവുനായ്ക്കൾ കടിച്ചു കീറി കൊന്നത്. അതിനുശേഷവും ചില നടപടികൾ എടുക്കുന്നതല്ലാതെ ഒരു കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.